ഇപ്പൊ ലിവിങ് ടുഗദറിനോട് എങ്ങനെ നോക്കിക്കാണുന്നത്, എന്താ അഭിപ്രായം? എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? നല്ലതാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ലിവിങ് ടുഗദർ ആയിട്ട് നടന്നിട്ട് അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ലിവിങ് ടുഗദർ ആയിട്ട് നടന്നിട്ട് അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ക്ലപ്റ്റോമാനിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല നീളത്തിലൊരു ചോരിലെടുത്ത് നന്നായി പഴുപ്പിച്ച് നല്ല കാന്താരി മുളക് ഇങ്ങനെ തിരുമി തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാന്റ് ഇങ്ങനെ ഒരു ചന്തിക്കടിക്കുക. അറേഞ്ച് മാരേജ് നോക്കുമ്പോ അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ഡിവോഴ്സ് ആവണേന് നല്ലത് കുറച്ചു നാൾ അങ്ങനെ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ലിവിങ് ടുഗദറിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല കാര്യമായിട്ടാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. എപ്പോഴെങ്കിലും അങ്ങനെ ലിവിങ് ടുഗദറിലേക്ക് പോകണം, അങ്ങനത്തെ ഒരു ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. മാരേജ് കഴിഞ്ഞാൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണെങ്കിൽ രണ്ടാൾക്കും മ്യൂച്വൽ ആയിട്ട് തീരുമാനം എടുത്താൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം.